RMP നേതാവ് ശ്രീ ഹരിഹരൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ഹരിഹരൻ, സാങ്കേതികമായി നമുക്ക് ശരി എന്ന് വിലയിരുത്തേണ്ടി വരുന്ന ഒരു തീരുമാനമാണ്. കാരണം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ഈ പട്ടികയിൽ ഇടം നൽകാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇടം നൽകിയത് ജയിൽ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിക്കുള്ള നടപടി. അങ്ങനെ നമുക്കിതിനെ ന്യായീകരിക്കാം, ഇപ്പോഴത്തെ ഈ നടപടിയെ, അതായത് ഈ സസ്പെൻഷൻ പോലെയുള്ള നടപടിയെ. പക്ഷേ ആ പേരുകൾ ജയിൽ ഉദ്യോഗസ്ഥർ സ്വമേധയാ തെരഞ്ഞെടുത്ത് എഴുതിയതാണ് എന്ന് വിശ്വസിക്കാവുന്ന ഒന്നാണോ? ഇത് ഗവൺമെന്റ് മുഖം രക്ഷിക്കാൻ വേണ്ടി ബലിയാടുകളെ ഉണ്ടാക്കുന്നതാണ്. 100 സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ആളുകളെ പരോളിൽ അയക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല. ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ഏറ്റവും മേൽത്തട്ടിലാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, ജയിൽ DGPയുടെ ഓഫീസിലാണ്. അത് ആ തീരുമാനം താഴേക്ക് വരുമ്പോൾ അത് ഏതെങ്കിലും നിലയ്ക്ക് താഴേക്ക് ഒരു സന്ദേശം എത്തുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക നടപടിയായിട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ താല്പര്യം അനുസരിച്ചാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള താല്പര്യമാണ്. അത് അവരുടെ തലയിലിട്ടിട്ട് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി സംഘം ശ്രമിക്കുന്നത്. അതായത് ഈ മാധ്യമങ്ങളിൽ ഇത്രമേൽ വലിയ വാർത്തയായിരുന്നില്ല എങ്കിൽ ഇത് രഹസ്യമായി നീക്കവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജയിലിലുള്ള ആളുകൾ, ഈ TP കേസിൽ പിണറായി വിജയന്റെയും പാർട്ടിയുടെയും താല്പര്യം രക്ഷിക്കാൻ വേണ്ടി പോയ ആളുകൾ, അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവർക്ക് അങ്ങനെ അധികാരം ജയിലിൽ കിടക്കാൻ പറ്റില്ല. അവരുണ്ടാക്കുന്ന സമ്മർദ്ദം സർക്കാരിനെ, അതിനെ നയിക്കുന്ന പിണറായി വിജയനെ, മുഖ്യമന്ത്രിയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക്, കാരണം ഇവര് എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പുറത്ത് കിട്ടുന്ന സംരക്ഷണം ജയിലിനകത്ത് കിട്ടണമെന്നില്ലല്ലോ. അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും എന്തായിരുന്നു TP ചന്ദ്രശേഖരനെ. ശരി, ശ്രീ ഹരിഹരൻ, വളരെ നന്ദി. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഈ